നമസ്കാരം. T20 ലോകകപ്പിൽ പോരാട്ടങ്ങൾ നിർണായകമായ മൂന്നാം റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. സൂപ്പർ എട്ടിലെത്തുന്ന ടീമുകൾ ആരൊക്കെയാകുമെന്ന ഈ ഗ്രൂപ്പ് കഴിയുന്നതോടെ കൂടുതൽ വ്യക്തത ലഭിക്കുകയും ചെയ്യും. 20 ടീമുകൾ അണിനിരക്കുന്ന ടൂർണമെന്റിൽ ഒരേ ഒരു ടീം മാത്രമാണ് ഇതിനോടകം തന്നെ സൂപ്പർ എട്ടിൽ കടന്നിരിക്കുന്നത്. അത് സൗത്ത് ആഫ്രിക്കയാണ്. ശേഷിച്ച 19 ടീമുകളുടെയും സൂപ്പർ എട്ട് സാധ്യത എങ്ങനെയാണ്? ഓരോ ഗ്രൂപ്പിലെയും ടീമുകളുടെ സാധ്യത നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഗ്രൂപ്പ് എയിൽ 2 ടീമുകൾ സൂപ്പർ എട്ടിന് ഒരു ചുവട് മാത്രം അകലെയാണ് ഉള്ളത്. ഇന്ത്യയും അമേരിക്കയുമാണ് ഇത്. 2 ജയങ്ങളോടെ 4 പോയിന്റുമായി ഇന്ത്യയാണ് തലപ്പത്തുള്ളത്. ശേഷിച്ച 2 മത്സരങ്ങളിൽ ഒന്നിൽ ജയിച്ചാൽ ഇന്ത്യ സൂപ്പർ എട്ടിലേക്ക് കടക്കുന്നതായിരിക്കും. 4 പോയിന്റ് തന്നെയുള്ള അമേരിക്കയാണ് 2ാം സ്ഥാനത്തുള്ളത്. ടൂർണമെന്റിലെ കറുത്ത കുതിരകളായി മാറിക്കഴിഞ്ഞ അവർക്ക് ബാക്കിയുള്ള 2 മത്സരത്തിൽ ഒന്നിൽ ജയിച്ചാൽ സൂപ്പർ എട്ടിൽ എത്താൻ സാധിക്കും. ഇന്ത്യ, അയർലാൻഡ് എന്നിവരുമായാണ് അമേരിക്കയുടെ അടുത്ത മത്സരങ്ങൾ. 2 മത്സരത്തിൽ നിന്നും ഓരോ ജയവും തോൽവിയും അടക്കം 2 പോയിന്റുള്ള കാനഡയാണ് മൂന്നാമതുള്ളത്. അമേരിക്കയോട് തോറ്റ അവർ അയർലാൻഡിനെ വീഴ്ത്തിയിരുന്നു. ശേഷിച്ച 2 മത്സരങ്ങളിൽ ജയിച്ചാൽ കാനഡയ്ക്ക് സൂപ്പർ എട്ടിൽ കടക്കാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനുമാണ് എതിരാളികളായിട്ടുള്ളത്. കളിച്ച 2 മത്സരങ്ങളിലും തോറ്റ പാകിസ്ഥാനും അയർലാൻഡുമാണ് ഗ്രൂപ്പിലെ അവസാന 2 സ്ഥാനക്കാർ. മത്സരങ്ങളിൽ ഒന്നിൽ തോറ്റാൽ ഇവർ പുറത്താകും. ശേഷിച്ച 2 കളിയും ജയിച്ചാലും മറ്റ് മത്സര ഫലങ്ങളെ ആശ്രയിച്ചായിരിക്കും ഈ ടീമുകളുടെ ഭാവി സാധ്യത. ഗ്രൂപ്പ് ബിയിൽ തലപ്പത്ത് സ്കോട്ട്ലൻഡാണുള്ളത്. 5 പോയിന്റാണ് അവർക്കുള്ളത്. ഇംഗ്ലണ്ടുമായുള്ള മത്സരം ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ നമീബിയ, ഒമാൻ എന്നിവരെ തോൽപ്പിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ഇനി ഓസ്ട്രേലിയയെ അട്ടിമറിക്കാനായാൽ സ്കോട്ടിഷ് ടീമിന് സൂപ്പർ എട്ടിലേക്ക് മുന്നേറാനും സാധിക്കും. കളിച്ച 2 മത്സരങ്ങളിലും ജയിച്ച ഓസീസാണ് ഗ്രൂപ്പിൽ 2ാമതുള്ളത്. ശേഷിച്ച 2 മത്സരങ്ങളിൽ ഒന്നിൽ ജയിച്ചാൽ ഓസീസ് സൂപ്പർ എട്ടിലെത്തും. നമീബിയയാണ് ഗ്രൂപ്പിൽ 3ാമതുള്ളത്. 2 പോയിന്റാണ് അവർക്കുള്ളത്. ഒന്നിൽ ജയിച്ച നമീബിയ മറ്റൊന്നിൽ തോൽക്കുകയും ചെയ്തു. ഓസീസ്, ഇംഗ്ലണ്ട് എന്നിവരുമായുള്ള 2 മത്സരവും ജയിച്ചാൽ അവർ സൂപ്പർ എട്ടിൽ കളിക്കുന്നതായിരിക്കും. നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് 4ാമതാണുള്ളത്. 1 പോയിന്റ് മാത്രമേ അവർക്കുള്ളൂ. സ്കോട്ട്ലൻഡിനെതിരായ ആദ്യ മത്സരം മഴയെടുത്തപ്പോൾ ഓസീസിനെതിരെ തോൽക്കുകയും ചെയ്തു. നമീബിയ, ഒമാൻ എന്നിവർക്കെതിരെ ജയിക്കുന്നതിനൊപ്പം തന്നെ മറ്റു മത്സരഫലങ്ങളും ഇനി ഇംഗ്ലണ്ടിന് അനുകൂലമായാലേ കാര്യങ്ങൾ എളുപ്പമാവുകയുള്ളൂ. കളിച്ച 3 മത്സരങ്ങളും തോറ്റ ഒമാനാണ് അവസാന സ്ഥാനത്തുള്ളത്. ഇവർ ഇതിനകം തന്നെ ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് സിയിൽ തലപ്പത്ത് അഫ്ഗാനിസ്ഥാനാണുള്ളത്. കളിച്ച 2 മത്സരങ്ങളിലും മികച്ച ജയം കൊയ്യാൻ അവർക്ക് സാധിച്ചു. വെസ്റ്റ് ഇൻഡീസ്, പാപ്പുവ ന്യൂ ഗിനി എന്നിവയുമായുള്ള അടുത്ത മത്സരങ്ങളിൽ ഒന്നിൽ ജയിച്ചാൽ അഫ്ഗാൻ സൂപ്പർ എട്ടിൽ കടക്കുന്നതാണ്. 2 മത്സരത്തിൽ നിന്നും 4 പോയിന്റോടെ വിൻഡീസാണ് 2ാമതുള്ളത്. സൂപ്പർ എട്ടിലേക്ക് അവർക്ക് ഇനിയൊരു ജയം മാത്രമേ ഉള്ളൂ അകലം. ഉഗാണ്ടയാണ് 2 കളിയിൽ നിന്നും 2 പോയിന്റുമായി 3ാമതുള്ളത്. ശേഷിച്ച 2 മത്സരങ്ങളിൽ ജയിച്ചാൽ അവർക്ക് സൂപ്പർ എട്ട് പ്രതീക്ഷയുണ്ട്. ഏക മത്സരം തോറ്റ ന്യൂസിലാൻഡാണ് അവസാന സ്ഥാനക്കാർ. ശേഷിച്ച 3 മത്സരവും ജയിച്ചാൽ കിവികൾ സൂപ്പർ എട്ടിൽ കടക്കുന്നതായിരിക്കും. ഗ്രൂപ്പ് ഡിയിൽ കളിച്ച 3 മത്സരങ്ങളിലും ജയിച്ചാണ് സൗത്ത് ആഫ്രിക്ക സൂപ്പർ എട്ടിലെത്തിയത്. ഈ ഗ്രൂപ്പിൽ നിന്നും ഇനിയൊരു ടീമിന് കൂടി മാത്രമാണ് അവസരം ലഭിക്കുക. ബംഗ്ലാദേശ് 2, നെതർലാൻഡ്സ് 2 എന്നിവരാണ് 2, 3 സ്ഥാനങ്ങളിലുള്ളത്. 2 മത്സരത്തിൽ നിന്നും ഓരോ ജയമാണ് അവർക്കുള്ളത്. ശേഷിച്ച 2 മത്സരങ്ങളും ജയിച്ചാൽ ഇവരിലൊരു ടീം സൂപ്പർ എട്ടിലേക്ക് എത്തുന്നതായിരിക്കും. കളിച്ച ഏക മത്സരം തോറ്റ നേപ്പാളും 2ലും പരാജയപ്പെട്ട ശ്രീലങ്കയുമാണ് അവസാന 2 സ്ഥാനങ്ങളിലുള്ളത്. ശേഷിച്ച 3 മത്സരങ്ങൾ ജയിച്ചാൽ നേപ്പാളിന് ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്. എന്നാൽ ലങ്കയ്ക്ക് ഇനിയുള്ള 2 മത്സരവും ജയിച്ചാലും മറ്റു ഫലങ്ങൾ കൂടി അനുകൂലമായാൽ മാത്രമേ സൂപ്പർ എട്ട് കാണാൻ സാധിക്കുകയുള്ളൂ.